ജനങ്ങൾക്ക് സമാധാനത്തോടെ കഴിക്കാൻ നല്ല സാധനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നല്ല സാധനം ജനങ്ങൾ സമാധാനത്തോടെ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചില ഇത് കൃഷി ചെയ്തും മറ്റുമായിട്ട് കടകളിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അത് കാണാം. വിപുലമായിട്ടും കുറേശ്ശെയായിട്ടും ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വെറുതെ ഇരിക്കുന്നവനും ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവനും ഇതുപോലൊക്കെ ചെയ്താൽ ഒരു വരുമാനമായിട്ട് കൂട്ടത്തിൽ ചേർക്കാം. വിഷമില്ലാത്തത് വിഷമമില്ലാതെ കഴിക്കട്ടെ എന്നത് തന്നെയാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാതൊരു വിഷങ്ങളും അടിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് നമ്മളത് കടകളിലൊക്കെ നേരിട്ട് എത്തിക്കുന്നത്. യാതൊരു കേടുപാടുകളില്ലാത്ത രീതിയിലുള്ളതാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മുന്നിലൊക്കെ വീഡിയോകൾ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. ഇതാർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളെ വീട്ടിൽ വളരില്ല എന്നൊന്നും കരുതണ്ട. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വളർത്തിയാൽ നല്ല രീതിയിൽ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ഒരു 4 ദിവസം 5 ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കുകയാണ്. ഒരു കീടനാശിനി അടിക്കാത്തതാണ് നമ്മളിവിടെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമില്ലാതെ നമ്മൾ കടയിൽ എത്തിക്കുന്നു എന്ന് മാത്രം. ഇനി കടക്കാരിതിൽ വിഷം ചേർക്കാൻ സാധ്യതയില്ല. കാരണം അത്ര അതിൻ്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. നമ്മളിത് കൃഷി ചെയ്യുന്നവർ വല്ല കീടനാശിനിയും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ദോഷം ചെയ്യും. നമ്മൾ കടക്കാർ ഇതിൽ യാതൊന്നും വരുത്താനില്ല. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്രയാണോ എന്താണോ കിട്ടുന്നത് അത് ലാഭം എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇതിനു വേണ്ടി നമ്മൾ ഒരു പ്രത്യേക മണ്ണൊരുക്കുകയോ ഗ്രോ ബാഗ് മേടിക്കുകയോ അല്ലെങ്കിൽ ഡ്രം മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ നട്ട് നനയ്ക്കുന്ന പച്ചമുളക്, ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള ഡ്രമ്മുകളിലും ഗ്രോ ബാഗിലൊക്കെയാണ് ഇത് വളരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും പച്ചമുളകിനും പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന വളവും വെള്ളമൊക്കെ അതും കൂടി വലിച്ചെടുത്താണ് ഇത് വളരുന്നത്. അല്ലാതെ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് പറഞ്ഞത് കിട്ടുന്നത് ലാഭം എന്ന്. കാരണം ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ചിലവാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കിട്ടുന്നത് ലാഭം. അപ്പോൾ പുതിന കൃഷി എന്ന രീതിയിൽ ഇവിടെ മാത്രമാണ് നമ്മളൊന്ന് കുത്തിക്കളച്ച് തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ നമ്മൾ ഗ്രോ ബാഗിലും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ മറ്റു ചെടികളുടെ കൂടെ അതിൻ്റെ താഴെ അതിൻ്റെ തണലിൽ വളരണം. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന കടക്കാരൊക്കെ ഒരു ദിവസം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതേ വാങ്ങും. കാരണം ഇത്രയും വൃത്തിയുള്ളതൊന്നും അവർക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമുക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ ഏതായാലും പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മളെ പുതിന സെയിലിനുള്ള തുടക്കമായി എല്ലാം കെട്ടുകളാക്കി കടയിലെത്തിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഇരിക്കുന്നവനും ചെയ്യാം, ഇനിയൊരു തൊഴിലായിട്ട് ഏറ്റെടുക്കുന്നവനും അതിൻ്റെ രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറന്നുപോലെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.